മര്യാദയ്ക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കള്ളുകുടി വിലക്കിയ ടച്ചിങ്സ്, കടയുടമയെ കുടിയന്മാർ ചേർന്ന് മർദ്ദിച്ചു. വടക്കാഞ്ചേരി നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ ചില്ലറ വിൽപ്പനശാലയ്ക്കടുത്താണ് സംഭവം. മദ്യശാലയിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്തുള്ള മാക്സ് മീഡിയയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഷോപ്പിനരികിൽ ഇരുന്നു മദ്യപിക്കാൻ ശ്രമിച്ചവരെ ഷോപ്പുടമ സുഭാഷ് പുഴയ്ക്കൽ വിലക്കിയിരുന്നു. ഇതേ തുടർന്ന് മദ്യപാനികൾ സുഭാഷ് പുഴയ്ക്കലിനെ മർദ്ദിക്കുകയായിരുന്നു. മുഖത്തും ദേഹത്തും പരിക്കേറ്റ സുഭാഷ് പുഴയ്ക്കൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കടയുടമ സുഭാഷ് പുഴയ്ക്കൽ വടക്കാഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഞാൻ സുഭാഷ് പുഴയ്ക്കൽ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് മാക്സ് മീഡിയയുടെ ഒരു മാനസം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി വരികയാണ്. മാക്സ് മീഡിയയോട് മുന്നിൽ തന്നെയാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനം കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാനസ് എന്ന പേരിലുള്ള കാരണം തന്നെ അതിൽ വൈറ്റമിൻ സാധനങ്ങൾ വിൽക്കുന്ന മദ്യപാനികൾ കൊടുക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. ഇന്നലെ കാലത്ത് 10-നും 10:30 മണിക്കിടയിൽ എൻ്റെ കടയിൽ 2 പേര് വന്നു നിന്ന് സ്റ്റാഫായ വിശാഖിനോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. വേറൊന്നുമില്ല, അവരവിടെ ചാരി നിന്നുകൊണ്ട് കടയുടെ തെക്ക് ഭാഗത്തുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ ഭാഗത്തുള്ള ചാരി നിന്നുകൊണ്ട് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചുകൊണ്ട് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റാഫ് ഇടപെടുകയും ഇവിടെ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവർ മദ്യപിച്ചാൽ എന്ത് ചെയ്യും, നീ എന്താണെങ്കിൽ നീ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ സ്റ്റാഫിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതാണ് സംഗതി എന്ന് വിവരം പറഞ്ഞു. ഉടനെ അവരോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. ഇത് ബാറല്ല, ഇവിടെ നിന്ന് മദ്യപിക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ അതിലൊരുത്തൻ മാറാൻ ശ്രമിച്ചില്ല. പിടിച്ച് തള്ളി മാറ്റേണ്ടി വന്നു. പിടിച്ച് തള്ളു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സ്നേഹിതനോട് പെരുമാറുന്ന രീതിയിൽ. പക്ഷേ അദ്ദേഹം വീണ്ടും വന്ന് മദ്യപിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ഹാർഡായിട്ട് ഞാൻ പറഞ്ഞു മാറി വെക്കാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ എൻ്റെ മൂക്കിന് നേരെ കൈയോങ്ങി ഇടിക്കുകയും ഇടിച്ച സമയത്ത് എൻ്റെ കണ്ണട തൊപ്പി ഇതെല്ലാം തെറിച്ച് വീഴുകയും ചെയ്തു. കൂടാതെ അവർ വളരെ മോശമായിട്ടുള്ള അസഭ്യം എന്നെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ജോൺസനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇവരെയൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയാണ് ഇവരെ കൊണ്ടുപോയത്. പക്ഷേ ഇവരുടെ ഓരോ പേരോ എനിക്കറിയില്ല. CCTV ഞാൻ കൺസ്യൂമർ ഫെഡിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ CCTV വർക്കാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ CCTVയിൽ നിന്ന് ലഭിച്ച ചില ചിത്രങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ അയച്ചു കൊടുത്തപ്പോഴാണ് ശ്രീജിത്ത് എന്നുള്ള ഒരു 40 വയസ്സ് പ്രായം 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന അവൻ്റെ അഡ്രസ്സ് കിട്ടിയത്. അത് പ്രകാരം ഞാൻ കേസ് പരാതി കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തി പരാതി കൊടുത്തു. ഇന്ന് ഞാൻ കാലത്ത് 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയുണ്ടായി. ഇനി കാര്യങ്ങളെല്ലാം പോലീസ് അതിൻ്റെ പുറമെ ചെയ്യട്ടെ. സുഭാഷ് പുഴയ്ക്കലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മർദ്ദിച്ചയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിനിടെ അടുത്തിടെ പുതിയ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച വിദേശ മദ്യഷോപ്പിനെതിരെ പരാതികൾ പെരുകി വരികയാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങളും ബാങ്കും സ്വകാര്യ ആശുപത്രിയുമുള്ള ജനത്തിരക്കേറിയ സ്ഥലത്താണ് മദ്യശാല പ്രവർത്തിക്കുന്നത്. മദ്യം വാങ്ങി പലരും അവിടെ വെച്ച് തന്നെ മദ്യപിച്ച ശേഷം ലക്കുകെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിത്യസംഭവമാണ്. മദ്യശാലയ്ക്കെതിരെ തൊട്ടടുത്ത് താമസിക്കുന്ന ഡോക്ടർ ദമ്പതികൾ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പാർട്ടി പ്രവർത്തകരുടെ ഒത്താശയോടെയാണ് വിദേശ മദ്യ വിൽപ്പനശാല പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകൻ കൂടിയായ കടയുടമ സുഭാഷ് പുഴയ്ക്കലിന് മർദ്ദനമേറ്റ സംഭവം ആവർത്തിക്കാതിരിക്കാൻ മദ്യഷോപ്പ് മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക.
വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.